ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഓപ്പറേഷൻ തുഫാൻ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ സോഫ്റ്റ് ടാർഗറ്റ് നമ്മുടെ കുട്ടികളാണ്. വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെയാണ് അവർ കണ്ണുവെക്കുന്നത്. അവർക്ക് ആവശ്യം നമ്മുടെ കുട്ടികളെ ഉപകരണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി കേരളത്തിൽ സജീവമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അവർ വളരെ സജീവമായി തന്നെ നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും തകർക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. കാസർഗോഡ് നിങ്ങൾ കണ്ടില്ലേ? കാസർഗോഡ് മേലാപ്പറമ്പിൽ ഒരു മുട്ടായി ഫാക്ടറി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കണ്ടെത്തിയ മുട്ടായി ഫാക്ടറിയിൽ കുട്ടികൾക്ക് വേണ്ട മിഠായികൾ ഉണ്ടാക്കുകയാണ്. പുറം ലോകം അറിയുന്നത് ഇത് മിഠായി ഫാക്ടറി, പക്ഷെ അവിടെ ഉണ്ടാക്കുന്നത് ലഹരി നിറഞ്ഞ മുട്ടായികളാണ്. ഇവർ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് ഇത്തരം മുട്ടായികളാണ്. ഇത് ലഹരി മുട്ടായിയാണ്. ഈ ലഹരി മുട്ടായി നമ്മുടെ കുട്ടികളെ എവിടെത്തിക്കും? ഇത് കേരള പോലീസ് ശക്തമായ നടപടികളിലൂടെ പിടിക്കുകയുണ്ടായി. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പിടിക്കണമെന്നുള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയുടെ ഏറ്റവും ശക്തമായ നിർദ്ദേശത്തിന്റെ ഫലമാണിതല്ല. നമ്മുടെ അധ്യാപകർക്ക് ഇത് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ? മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ? പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല. പക്ഷേ ഈ ലഹരി മാഫിയയുടെ നടുവൊടിക്കുന്ന പ്രവർത്തനങ്ങളുമായി തന്നെ പോലീസ് മുന്നോട്ട് പോകും. ഒരു സംശയവും വേണ്ട. ഓപ്പറേഷൻ തുഫാൻ ഒരു കൊടുങ്കാറ്റിനെ പോലെ ആഞ്ഞടിക്കുകയാണ്. വിജയം കണ്ടേ ഞങ്ങൾ പിന്നോട്ട് പോകും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് മിഠായി ഇഷ്ടമാണ്. മിഠായി വാങ്ങി കഴിക്കാറുണ്ട്, നമ്മൾ വാങ്ങി നൽകാറുണ്ട്. പക്ഷെ മിഠായികൾ അപകടകരമാണ്. ആ മിഠായി കവറുകളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന രൂക്ഷമായ മയക്കുമരുന്നിന്റെ സ്വാധീനം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി തൂക്കിയെടുത്തുകൊണ്ട് പോകും. അതിനുള്ള അവസരം ഉണ്ടാകരുത്. കേരള പോലീസ് നിങ്ങളെ സഹായിക്കും, നിങ്ങളോടൊപ്പമുണ്ട്. ഒരു ഫോൺ കോൾ മതി, നിങ്ങളെടുക്കൽ കേരള പോലീസ് എത്തും. ഈ മയക്കുമരുന്ന് ലോബിയുടെ നടുവൊടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടി ഒരു കേവലം രാഷ്ട്രീയ പ്രഖ്യാപനമായി കണ്ടവർക്ക് ഇന്ന് പുതിയ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഏറ്റവും ജനപ്രിയ പരിപാടികളിലൊന്നായി മാറുകയും ഒരു ജനപ്രിയ നായകനായി ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് കേവലം ഒരു പ്രകടനത്തിനപ്പുറത്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ആത്മാർത്ഥമായി മനസ്സിലാവും. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എൻ്റെ വീടിനടുത്തുള്ള സ്ഥലത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു ഇരുട്ട് പ്രദേശത്ത് ഒരു വാനിൽ പോലീസ് നിന്ന് നിരവധിയായ ചെറുപ്പക്കാരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്നത് കാണാനിടയായി. സ്വാഭാവികമായി ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ഇവിടെ എന്താണ് പോലീസ് എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഈ മേഖല കച്ചവടത്തിൻ്റെ ഒരു മേഖലയായിരുന്നു. ഇത്രയും നാൾ അടുത്തുള്ളവർക്ക് പോലും വിളിച്ചു പറയാൻ ഭയമായിരുന്നു. കാരണം വിളിച്ചു പറയുന്ന ഉദ്യോഗസ്ഥനെങ്ങാണം ഇന്നയാളാണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞു പോയാൽ തങ്ങളുടെ കുടുംബവും അല്ലെങ്കിൽ തങ്ങളുടെ വീടും തകർക്കപ്പെട്ടാൽ ആരും ചോദിക്കാനില്ല എന്ന സ്ഥിതിവിശേഷമായിരുന്നു. എന്നാൽ ഇന്നത് മാറി ജനങ്ങളിൽ ഒരാത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തേക്കും ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത് ഒരുപാട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പോർട്ടുകൾ വഴിയാണ് ഇത് ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ കുട്ടികളുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ മണി പവർ ഉള്ളത്, മണി മാനേജ് ചെയ്യാനുള്ള സംവിധാനമുള്ളത്. നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തേക്ക് ചെന്നാൽ ഒരു മിനിമം ക്യാഷ് മാനേജ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളുടെ പ്രായം വളരെ കുറവാണ്. നമ്മുടെ മക്കളുടെ സ്ഥിതി അതല്ല. നമ്മളിപ്പം നമ്മുടെ മക്കൾക്ക് ഒരു 10 രൂപ വേണം, 20 രൂപ വേണം എന്ന് പറഞ്ഞാൽ ഒരു സംശയവും കൂടാതെ 50 രൂപ കൊടുക്കുന്ന രക്ഷകർത്താക്കളാണെന്ന് അധികം പേരും. നമ്മൾ പണ്ടത്തെ കാലത്തെ 5 പൈസ 10 പൈസ നാരങ്ങ മിഠായിയും അതുപോലെ തന്നെ ഗ്യാസ് വിട്ട് മിഠായിയും പിന്നെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റും ഒക്കെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ കൂട്ടുകാരൊന്നിച്ച് മന്തി കഴിക്കുന്ന മക്കളുടെ കാലമാണ്. അവിടെ ഇതുപോലെയുള്ള മിഠായികൾ അത് തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യം തോന്നുന്ന ഒരു അഡിക്ഷൻ, പിന്നീട് അതില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥ. അവിടെയാണ് ഒരു മിഠായി ഫാക്ടറി കണ്ടെത്തിയ കാര്യം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിലെ അമ്മമാരോട് മാതാപിതാക്കളോട് ഒക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടി വളരെ ശക്തമായി മുന്നോട്ട് പോയാൽ എല്ലാ കാലത്തേക്കും ഇത് അവസാനിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് ഒരു അമിത പ്രതീക്ഷയാണ്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗണ്യമായി കുറയ്ക്കാനും അതിൻ്റെ മാരകമായ അവസ്ഥയിലേക്ക് എത്തുന്നത് വൈകിപ്പിക്കാനും ഒരുപക്ഷെ ഇതുകൊണ്ട് കഴിഞ്ഞാൽ അതുതന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഒപ്പമുണ്ടാകണം കേരളത്തിലെ ജനങ്ങൾ, കേരള പോലീസിനൊപ്പം, തൂഫാനൊപ്പം.